ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് സെലക്ട് X3 346A എന്ന് പറയുന്ന ടൈമറാണ്. അപ്പോൾ സെലക്ട് X3 346A എന്ന് പറയുന്ന ടൈമറിൻ്റെ ഓൺ ഡിലേ മോഡിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനമായും നമ്മൾ നോക്കുന്നത്. അതുപോലെ ഈ XT346 എന്ന് പറഞ്ഞ ഒരു ടൈമർ ഉണ്ട്. XT346A എന്ന് പറഞ്ഞ ഈ ടൈമറുമായിട്ട് XT346 എന്ന് പറഞ്ഞ ടൈമറായിട്ടുള്ള വ്യത്യാസം, അത് XT346A എന്ന് പറഞ്ഞ ടൈമറിൽ നമുക്ക് അപ്പ് കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ്ങും പോസിബിൾ ആണ്. എന്നാൽ XT346ൽ നമുക്ക് ഡൗൺ കൗണ്ടിങ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ രണ്ട് ടൈമറും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ഇനി നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് സെലക്ടിൻ്റെ XT346A എന്ന് പറയുന്ന ടൈമർ. ഇതിൻ്റെ മോഡൽ നമ്പർ ആയിട്ടുള്ള XT346 എന്നുള്ള 346ൻ്റെ A എന്നുള്ളതിൻ്റെ അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ രണ്ട് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 3 ഡിജിറ്റ് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ താഴെയുള്ള ഡിസ്പ്ലേ അതിൻ്റെ സെറ്റ് പോയിന്റ് കാണിക്കാനും മേലുള്ള ഡിസ്പ്ലേ അതിൻ്റെ കറണ്ട് ടൈം കാണിക്കാനുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്തേക്കുന്ന ടൈം റേഞ്ച് ഹവറിലാണോ മിനിറ്റിലാണോ സെക്കൻഡിലാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് അത് കാണിക്കാനുള്ള ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. 3 LED ഇൻഡിക്കേറ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിലേയുടെ ടൈമറിൻ്റെ റിലേയുടെ ഇൻഡിക്കേഷൻ ഓൺ ആണോ ഓഫ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റിലേയുടെ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ബട്ടണാണുള്ളത്. സെറ്റ് പ്രോഗ്രാം റീസെറ്റ് എന്ന് പറഞ്ഞ 3 ബട്ടണാണ് ഇതിലുള്ളത്. ഇത് പ്രോഗ്രാമിംഗ് മോഡിൽ ഈ ബട്ടണുകൾക്ക് ഒരു ഫംഗ്ഷനും നോർമൽ വർക്കിംഗ് മോഡിൽ ഈ ബട്ടണുകൾക്ക് വേറെ ഫംഗ്ഷനും ഉണ്ടാവും. ഇനി ഇതിൻ്റെ ടെർമിനൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെർമിനലിൽ ഇതിന് വർക്കിംഗ് സപ്ലൈ കൊടുക്കാനായിട്ടുള്ള ലൈന് ന്യൂട്രൽ AC ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ലൈന് ന്യൂട്രൽ എന്നതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ DC ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്ലസ് മൈനസ് ടെർമിനലും കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ പ്ലസ് മൈനസ് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കാനുള്ളതും റീസെറ്റ് കമാൻഡ് കൊടുക്കാനുള്ളതും അതിൻ്റെ ടെർമിനൽ സ്റ്റാർട്ട് റീസെറ്റ് ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്രൗണ്ടുമായിട്ട് ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഗ്രൗണ്ട് ടെർമിനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിലേയുടെ 2 റിലേ ആണ് ഇതിലുള്ളത്. 2 റിലേ, ഒന്നാമത്തെ റിലേയുടെ കോമൺ NO NC, രണ്ടാമത്തെ റിലേയുടെ കോമൺ NO NC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സപ്ലൈ ആയിട്ടുള്ള ഇതിൻ്റെ XT346A എന്നുള്ള മോഡൽ നമ്പറും ഇതിൻ്റെ സപ്ലൈ ആയിട്ടുള്ള 90 to 270 വോൾട്ട് AC DC, അതേപോലെ റിലേയുടെ റേറ്റിംഗ് ആയിട്ടുള്ള 5 ആംപിയർ ആയിട്ട് 250 വോൾട്ട് AC അല്ലെങ്കിൽ 30 വോൾട്ട് DC റെസിസ്റ്റീവ് ലോഡ് എന്നതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ MCB ഓൺ ആക്കിയിട്ട് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ 15 സെക്കൻഡാണ് ഇതിൽ ഞാൻ പ്രീസെറ്റ് ടൈം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓൺ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ സ്റ്റാർട്ട് കമാൻഡ് കൊടുത്തിട്ട് ഇതിപ്പോൾ ടൈമർ റണ്ണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് സെക്കൻഡ്സിൻ്റെ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇപ്പോൾ 15 സെക്കൻഡായി. 15 സെക്കൻഡ് ആയപ്പോൾ ടൈമറിൻ്റെ റിലേ ഓൺ ആവുകയും റിലേയിൽ കൊടുത്തിരിക്കുന്ന ബൾബ് അഥവാ ലോഡ് ഓൺ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റീസെറ്റ് ചെയ്യാനായിട്ട് ഈ റീസെറ്റ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ റീസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റീസെറ്റ് ആയിട്ടുണ്ട്, ടൈമർ റീസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓൺ ഡിലേ മോഡിൽ ഈ ടൈമർ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാനായിട്ട് സെറ്റ് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ഡിസ്പ്ലേയിൽ ഓരോ ഡിജിറ്റ് ബ്ലിങ്ക് ആവുന്നതാണ്. ആ ബ്ലിങ്ക് ആവുന്ന ഡിജിറ്റ് അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. വേണ്ട വാല്യൂ സെറ്റ് ചെയ്യാവുന്നതാണ്. ആ വേണ്ട വാല്യൂ സെറ്റ് ചെയ്തതിന് ശേഷം സെറ്റ് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ സേവ് ആവുകയും നോർമൽ വർക്കിംഗ് മോഡിലേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ നോർമൽ വർക്കിംഗ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വാല്യൂ സെറ്റ് ചെയ്യുന്നതും ഈ ടൈമർ ഓൺ ഡിലേ മോഡിൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെയോ വീഡിയോയിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പരമാവധി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.